ചന്ദ് സാറേ, എൻ്റെ ഒരു ഡൗട്ടാന്നേ, നിങ്ങൾക്ക് ഈ കൊത്തിന്റെ സ്റ്റൈല് കണ്ട ആരാ കൊത്തിയെന്ന് മനസ്സിലാവുന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, അതാണ് സംഭവം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എനിക്കൊക്കെ കൊത്തിന്റെ സ്റ്റൈല് മാറ്റാൻ. നിങ്ങളെ നാടും ഉണ്ടായിരിക്കും ഞാള് നമ്മളെ സംസാരം കേട്ടോ. പറയാൻ സാർ, ഞാളെ ഒത്ത് ഓരോ ഒത്തും തമ്മിൽ എന്താ വ്യത്യാസം? മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഏടക്കൊത്തിയാൽ ആളെ തീർക്കാം, ഏടക്കൊത്തിയാൽ കിടപ്പിലാക്കാമെന്ന് ഓരിക്ക് കൃത്യമായിട്ടറിയാം. ഓര് പഠിച്ച് ചെയ്യുന്നത് കൊണ്ട് ആവശ്യത്തിനെ കൊത്തു. നീയൊക്കെ അറഞ്ഞം പറഞ്ഞ കൊത്തി ചീത്തപ്പേരുണ്ടാക്കും. എവിടെ മുകളിലുണ്ട് സാർ. ഒരു 302 കേസിലെ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ASP നിതീഷ് മിശ്ര സാർ വന്നിട്ടുണ്ട് സാർ. അയാളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ചന്ദ് സാറേ, പണിയായ എന്തെങ്കിലും പ്രശ്നമുണ്ട് സാധാരണ വിളിക്കാ. മിണ്ടാണ്ടിരിക്കണ സാർ, കനകരാജ് കൊലക്കേസിലെ പ്രതിയാണല്ലേ? അതെ സാർ. അലിയാർ സാറിന്റെ മോണിറ്ററിംഗിൽ ചോദ്യം ചെയ്യലിന് ഒന്നാം പ്രതി ഒരു പ്രതിയേ ഉള്ളൂ സാർ. ഓ, ഓർപ്പിച്ചോ? ഒരു പ്രതിയേ ഉള്ളൂ? നീ ഒറ്റക്കാണോടാ കനകരാജ് കൊന്നത്? ഹലോ സാർ, സാർ ഒറ്റക്കാണോ കനകരാജ് കൊന്നത്? ആടെ പറഞ്ഞിട്ടുണ്ടപ്പ. ഓ, എന്നോട് പറയില്ലല്ലേ? എങ്കിൽ പിന്നെ എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളൊന്ന് ചോദിക്കേ, എന്താണ് മോട്ടീവ്, എങ്ങനെയാണ് കൊന്നത്? ഈ കുറ്റപത്രത്തിൽ നിങ്ങൾ എഴുതി വെച്ചൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ടല്ലോ, അത് അതേപോലെ തെറ്റാതെ എന്നോട് കൂടി ഒന്ന് പറയാൻ പറ. സാർ, സാറിനറിയാലോ പൊളിറ്റിക്കൽ കേസിൽ ഈടെയുള്ള ചില രീതികൾ. ഇവിടുത്തെ പോലീസിന് മാത്രമേ ഉള്ളൂ വേറെ രീതിയിൽ നിയമമോ? കണ്ണൂർ ഇന്ത്യയുടെ ഭാഗമല്ല. ഏത് ലീഡർ പറഞ്ഞിട്ടാണ്, നിങ്ങൾ എത്ര പേർ ചേർന്നിട്ടാണ്, എന്തിനാണ് കനകരാജെ കൊന്നത് എന്നിപ്പോ പറ. ചന്ദ്ര സാറേ, സാധാരണ പറഞ്ഞിട്ട് പോയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, നിങ്ങൾ ഇനി നാട്ടിൽ ജീവിക്കേണ്ടവനാണ്. ഇയാള് കയറി പരസ്യം കളിച്ച് നിങ്ങൾ അനുഭവിക്കേ. നീ പോലീസിനെ പഠിപ്പിച്ചു. എന്ത് പണിയാടാ? ഞങ്ങളുടെ പണിക്ക് സാലറി നിങ്ങളുടെ മറ്റേ ഓഫീസിൽ നിന്നല്ല. എനിക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ ഇത് തീർന്നിട്ട് പോയിക്കോ. പതുക്കെ തീർത്താ എന്താടാ കുഴപ്പം? നീ പതുക്കെ തീറൂ, പതുക്കെ. ഈ കേസും എന്താവുന്ന എനിക്ക് നന്നായി അറിയാം. ഒന്നും ഉണ്ടാവില്ല. റിമാൻഡ് പീരിയഡ് കഴിയുമ്പോഴത്തേക്കും ഇവനൊക്കെ സ്മൂത്തായി പുറത്തിറങ്ങി നടക്കും. ലീഡേഴ്സ് പറഞ്ഞ ഇനിയും ആൾക്കാരെ കൊല്ലും. അപ്പോഴും നിങ്ങളൊക്കെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ, അല്ലേ? 1.5 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞാൽ എനക്കും ഫാമിലിക്കും ഈ നാട്ടിൽ ജീവിക്കണം സാർ. ആ 1.5 കൊല്ലെങ്കിലും
പോലീസായി പണിയെടുക്ക സാർ. അടുത്ത ജന്മം പട്ടിയാവുന്ന കരുതി ഇപ്പോഴേ മലം നിന്ന് ശീലിക്കല്ലേ സാർ. എല്ലാം അങ്ങ് ശരിയാക്കാവുന്ന മൂട് നമ്പിക കൊണ്ട് വന്നതൊന്നും അല്ല ഞാൻ. ഒരുത്തനെങ്കിലും ശരിപ്പെടുത്താൻ വേണ്ടി തന്നെ വന്നതാണ്. സുമേഷേ, ഇനക്ക് വെള്ളം വേണോ? ഏറെ ചർച്ച ചെയ്യപ്പെട്ട കനകരാജൻ വധക്കേസിലെ പ്രതിയെ ഇന്നലെ രാത്രിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അല്പസമയത്തിനകം പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകും. ഒറ്റഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നാട്ടുകാരും മാധ്യമപ്രവർത്തകരുമൊക്കെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സുമേഷ് ICP പ്രവർത്തകനാണെങ്കിലും ഈ കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചന തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇതുവരെ പോലീസിന് ലഭിച്ചതായി പറയാനാണ്. പൊതുയോഗത്ത് പ്രസംഗിക്കുന്നവരെ എന്നോട് പ്രസംഗിക്കല്ലേ? ഒരു പ്രതികരണമില്ലാന്ന് ഒന്നും പ്രതികരിക്കാനില്ല. ഞാൻ പറഞ്ഞിട്ട് പിടികൊടുത്ത ചെക്കന്റെ ദേഹത്താ വടക്കേന്ത്യക്കാരൻ വന്ന് മേഞ്ഞത്. നിങ്ങൾക്കവിടെ കുത്തിരിക്കുമ്പോ പ്രശ്നമൊന്നുമില്ല. വെച്ച കേപ്പി ഉള്ള വില കളയണ്ട. എന്തേ സതേട്ടാ, ഓനെ കണ്ടിനാ? കണ്ടടാ. ഇവനെ കൊണ്ട് ഒറ്റക്ക് തൊടാൻ പറ്റുമോ കനകേട്ടന? ഇതെല്ലാം ഓറ കളിയാണ്. പോലീസും ഇവരും തമ്മിൽ ഒത്തുകളിയൊക്കെ നമുക്കറിയാത്തല്ലോ. എവിടം വരെ പോകും നമുക്ക് നോക്കാം. ആരെയും കൊണ്ട് കടത്തിക്കൊണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ബ്ലോക്ക് ചെയ്യാം. ആരെയും കടത്തിക്കൊണ്ട് ഒരു കുട്ടി പോലും കൊണ്ട് അടക്ക്.